ഹരേ കൃഷ്ണ. എല്ലാവർക്കും കൗസ്തുഭം വെജ് ഫുഡ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് നല്ലൊരു അരിമുറുക്കുണ്ടാക്കാം. നെയ്മുറുക്കാണ്. അതിന് ഞാൻ 1/2 കപ്പ് ഉഴുന്ന് ഒരു 5 മിനിറ്റ് വെള്ളത്തിലിട്ട് നന്നായിട്ട് കഴുകി വെള്ളം കളഞ്ഞ് എടുത്തു. ഈ ഉഴുന്ന് നമുക്കൊന്ന് വറുത്തെടുക്കണം. അതായത് ഇതിൻ്റെ വെള്ളമെല്ലാം പോയി ഒന്ന് ചെറുതായിട്ട് കരിയരുത്, ഒന്ന് ചെറുതായിട്ടൊന്ന് ചുമന്ന്, അതായത് നല്ല ഡ്രൈ ആകണം ഈ ഉഴുന്ന്, ഈ പരുവം ആകണം. അതിനുശേഷം ഈ ഉഴുന്ന് തണുത്ത് കഴിയുമ്പോൾ നമുക്ക് മിക്സിയിലിട്ട് നല്ല ഫൈൻ പൗഡറായിട്ട് പൊടിച്ചെടുക്കണം. ഒട്ടും തരിയില്ലാതെ പൊടിക്കണം. അതിനുശേഷം നമ്മൾ 2 കപ്പ് അരിപ്പൊടി, അരിപ്പൊടി അപ്പത്തിൻ്റെ അരിപ്പൊടി, നല്ല ഫൈൻ പൗഡറായിട്ടുള്ള അരിപ്പൊടിയാണ് എടുക്കേണ്ടത്. അത് ചൂടാക്കിയ അരിപ്പൊടിയാണ് എങ്കിലും ഒന്നും കൂടെ ഒന്ന് ചൂടാക്കിയെടുക്കണം. അതിനുശേഷം ഈ പൊടിച്ചു വെച്ച ഉഴുന്നിൻ്റെ പൊടി ഒരു അരിപ്പയിലിട്ട് നന്നായിട്ട് അരിച്ചെടുക്കണം. കാരണം എത്ര നമ്മൾ മിക്സിയിൽ പൊടിച്ചാലും കുറച്ച് തരിയൊക്കെ കാണും. അതിനായിട്ട് നമ്മൾ ഒരു അരിപ്പയിൽ ഈ ഉഴുന്നിൻ്റെ പൊടിയിട്ട് നന്നായിട്ട് അരിച്ചെടുക്കണം. അരിച്ചെടുത്ത് കഴിയുമ്പോഴേക്കും അതിൻ്റെ അവസാനം കുറച്ച് തരി വരും. ആ തരി നമുക്ക് മാറ്റി വെക്കണം. ഈ കൂട്ടത്തിൽ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ അരിപ്പൊടിയും കൂടെ ഒന്ന് അരിച്ചോളൂ. എൻ്റെ അരിപ്പൊടി വളരെ ഫൈൻ പൗഡറാണ്, അതുകൊണ്ടാണ് ഞാൻ വീണ്ടും അരിപ്പൊടി അരിക്കാഞ്ഞത്. അതിനുശേഷം നമ്മൾ ഒരു പാത്രത്തിലേക്ക് ഈ 2 പൊടികളും മാറ്റണം. എന്നിട്ട് ഇത് നമ്മളിനി വെള്ളം ഒഴിച്ച് കുഴക്കേണ്ടതായിട്ടുണ്ട്. അതിനായിട്ട് നമ്മൾ ഈ പൊടിയിലേക്ക് ആദ്യം കുറച്ച് ഉപ്പ് ചേർക്കണം. പാകത്തിനുള്ള ഉപ്പാണ് ചേർക്കേണ്ടത്. പിന്നെ മുളക് പൊടി വേണമെങ്കിൽ ചേർക്കാം, വേണ്ടെങ്കിൽ ചേർക്കണ്ട. പിന്നെ കുറച്ച്, ഒരുപാട് ചേർക്കരുത്, വളരെ കുറച്ച് എള്ള് ചേർത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ജീരകം, അയമോദകം വേണമെങ്കിൽ ചേർക്കാം. പിന്നെ ഞാൻ 1 സ്പൂൺ നെയ്യും കൂടെ ചേർത്തു. നെയ്മുറുക്കാണ്, നല്ല രുചിയാണ് നെയ്മുറുക്കിന്. അങ്ങനെ ഈ പൊടികളെല്ലാം കൂടെ ഒന്നിച്ച് നമ്മൾ കൈകൊണ്ടൊന്ന് യോജിപ്പിക്കണം. അതിനുശേഷം പച്ചവെള്ളമാണ് ഒഴിച്ച് നമ്മൾ കുഴക്കേണ്ടത്. പച്ചവെള്ളം ഒഴിച്ച് ഇത് നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കണം. നല്ല സോഫ്റ്റ് ആയിരിക്കണം നമ്മുടെ ഈ മാവ്, ഒട്ടും ഡ്രൈ ആവരുത്. ഡ്രൈ ആയി പോയി കഴിഞ്ഞാൽ നമ്മുടെ മുറുക്കിങ്ങനെ പൊട്ടി വീഴും. അതങ്ങനെ കറക്റ്റായിട്ട് വട്ടത്തിൽ ചുറ്റിയെടുക്കാനായിട്ട് പറ്റില്ല, പൊട്ടിപ്പോകുന്നത് തോന്നുവാണെങ്കിൽ അതിൽ വെള്ളത്തിൻ്റെ അംശം കുറഞ്ഞു എന്ന് ആലോചിക്കുക. അതിനുശേഷം നമ്മൾ സേവനാഴി എടുക്കുന്നു. ഈ അച്ചാണ്, ഈ ഒറ്റ ഇതുള്ള അച്ചാണ് നമ്മൾ മുറുക്കിനായിട്ട് ഉപയോഗിക്കുന്നത്. ഈ അച്ചിലേക്കും അതുപോലെ തന്നെ ഇടിയപ്പ പാത്രത്തിലേക്കുമൊക്കെ നമ്മൾ എണ്ണയോ നെയ്യോ എന്താച്ചാൽ അത് ഒന്ന് തേക്കണം. കാരണം മാവകത്തേൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം നമ്മൾ ഈ മാവ് അതിലേക്കിട്ട് നമ്മൾ മുറുക്കിൻ്റെ ആകൃതിയിൽ ചുറ്റി മുറുക്ക് വറക്കാം. അത് ചിലർ എണ്ണ പുരട്ടിയ വാഴയിലയിൽ ചുറ്റിച്ചിട്ട് എണ്ണയിലേക്കിടും. നല്ല മഴ പെയ്യുന്നുണ്ട് പുറത്ത്. ചിലർ അതുപോലെ ചട്ടുകത്തേൽ എണ്ണ പുരട്ടിയിട്ട് അതത്തേലേക്ക് ചുറ്റിച്ചിട്ട് എണ്ണയിലേക്കിടും. നമുക്കെങ്ങനാണോ സൗകര്യം അതനുസരിച്ചിട്ട് ചുറ്റിക്കുക. ഇനി വട്ടത്തിൽ ചുറ്റാൻ പറ്റുന്നില്ലെങ്കിൽ നീളത്തിൽ തന്നെ എണ്ണയിലേക്ക് ചുറ്റിച്ചിട്ടിട്ട് നമ്മൾ അത് പിന്നെ ഒടിച്ചൊടിച്ചെടുത്താലും മതി. ഇപ്പോൾ എണ്ണ ഞാൻ അടുപ്പിലേക്ക് വെച്ചു. അതിലേക്ക് ഞാൻ വീണ്ടും 1 സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. എനിക്ക് പക്ഷേ ഇങ്ങനെ ചുറ്റുന്നതാണ് എളുപ്പം. ഞാൻ ഇങ്ങനെ ചുറ്റിയാണ് ശീലിക്കുന്നത്. മറ്റേത് ചുറ്റുമ്പോൾ എനിക്ക് പിന്നെ അവിടെ നിന്ന് എടുത്ത് അങ്ങോട്ടൊക്കെ ഇടുമ്പോഴേക്കും അതൊക്കെ വളഞ്ഞും ഒക്കെ പോവും. എനിക്കിതാണ് ശീലം. ഞാനതുകൊണ്ട് ഇങ്ങനെ കുറേശ്ശെ ചുറ്റിച്ച് ഇട്ടു. ഇതിൽ നമ്മൾ 2, 3, 4 എണ്ണമൊക്കെ നമ്മുടെ പാത്രത്തിൻ്റെ വലിപ്പം അനുസരിച്ചിട്ട് ചുറ്റിച്ചിടാം.
ഇപ്പം ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഒരെണ്ണം മാത്രമേ ചുറ്റിച്ചുള്ളൂ. കാരണം ക്യാമറ ഫോണും ഒക്കെ വെച്ചിട്ടുണ്ടല്ലോ, ചൂട് നന്നായിട്ട് അങ്ങോട്ടേക്ക് അടിക്കും. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഒരെണ്ണം ചുറ്റിച്ച് നിങ്ങളെ കാണിക്കാം. ഈ രീതിയിൽ നമ്മൾ ചുറ്റിച്ചിട്ട് നമുക്ക് അപ്പുറവും ഇപ്പുറവും നന്നായിട്ട് മൊരിച്ച് എടുത്തു വെക്കാം. ഇതിനകത്തുനിന്ന് മനസ്സിലാക്കേണ്ടത് ഇതാണ് ഇതിൻ്റെ അളവാണ് പ്രധാനമായിട്ടും ഞാൻ നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് ഉദ്ദേശിച്ചത്. നല്ല മുറുക്കാണ്. അതായത് എത്രയാണോ അരിപ്പൊടി എടുക്കുന്നത്, അതായത് 2 കപ്പ് അരിപ്പൊടിയാണ് എടുക്കുന്നതെങ്കിൽ 1/2 കപ്പ് ഉഴുന്ന്, ഇതാണ് അതിൻ്റെ അളവ്. 2 കപ്പ് അരിപ്പൊടിക്ക് 1/2 കപ്പ് ഉഴുന്ന്. ഈ രീതിയിൽ നമ്മൾ മുറുക്കുണ്ടാക്കി എടുത്തു കഴിഞ്ഞാൽ പണ്ട് നമ്മുടെ വീടുകളിൽ ഉണ്ടാക്കിയിരുന്ന മുറുക്കിൻ്റെ അതേ രുചിയാണ് വരുന്നത്. പിന്നെ എള്ളും ജീരകവും ഒക്കെ ഒരുപാട് ഇടരുത്, കുറച്ചേ ഇടാവൂ. ഒരു ഭംഗിക്കും രുചിക്കും വേണ്ടി മാത്രമേ ഇടാവൂ. ഒരുപാട് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ചുറ്റിയെടുക്കുമ്പം ബുദ്ധിമുട്ട് വരും. ഇനി ചുറ്റിയെടുക്കുമ്പോൾ നമ്മുടെ മുറുക്കിൻ്റെ ആ ഒരു മാവ് പൊട്ടി വരുന്നുണ്ടെങ്കിൽ അതിൽ വെള്ളത്തിൻ്റെ അംശം വെള്ളത്തിൻ്റെ അംശം കുറയുമ്പോഴാണ് പൊട്ടി വരുന്നത്. അപ്പോൾ കുറച്ച് പച്ചവെള്ളവും കൂടെ ഒഴിച്ച് ഒന്ന് കുഴയ്ക്കണം. ഒത്തിരി വെള്ളമാകരുത്, ഒത്തിരി വെള്ളമായാലും ശരിയാവത്തില്ല. പക്ഷേ വെള്ളത്തിൻ്റെ അംശം ഒന്ന് ക്രമീകരിക്കുക. ഇങ്ങനെ ഇതേ രീതിയിൽ മുറുക്കുണ്ടാക്കിയെടുക്കാം. ഉപ്പിൻ്റെ അളവും ശ്രദ്ധിക്കണം, ഉപ്പ് കൂടരുത്, ഉപ്പ് കുറഞ്ഞാലും കുഴപ്പമാണ്. നല്ല സ്വാദിഷ്ടമായ നല്ല രുചിയുള്ള ഒരു മുറുക്കാണ്. ഇങ്ങനെയുള്ള മുറുക്കുകളൊക്കെ നമുക്ക് വീട്ടിലുണ്ടാക്കാം. കടയിൽ നിന്നൊക്കെ മേടിച്ച് കഴിക്കുന്നത് അത്ര നല്ലതല്ല, കാരണം നല്ല എണ്ണയൊന്നും ആയിരിക്കത്തില്ല. അതുപോലെ ഈ ഉഴുന്നൊന്നും ചിലപ്പം കഴുകാതൊക്കെ ആയിരിക്കും അവർ വറക്കുകയും പൊടിക്കുകയും ഒക്കെ ചെയ്യുന്നത്. അപ്പം നമ്മുടെ വീട്ടിൽ കുട്ടികളും പ്രായമായവരും ഒക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ നമുക്ക് വളരെ ശുദ്ധമായിട്ട് ഇതേപോലെ ഉണ്ടാക്കി കൊടുക്കാം. ഇനി വട്ടത്തിൽ തന്നെ ഉണ്ടാക്കണമെന്ന് നിർബന്ധമില്ല. നമ്മൾ ആ അച്ചിനകത്തൂടെ ഈ എണ്ണയ്ക്കകത്തോട്ട് കുറേശ്ശെ നീളത്തിൽ പിഴിഞ്ഞിട്ടിട്ട് വറുത്ത് കോരിയിട്ട് പിന്നെ അത് ചെറിയ കഷ്ണങ്ങളായിട്ട് ഒടിച്ചെടുത്താലും മതി. നല്ല രുചിയാണ് ഈ മുറുക്കിന്. പുറത്ത് ഇരുന്നോളും, കുഴപ്പമൊന്നുമില്ല, ചീത്തയാവത്തൊന്നുമില്ല. കുറേയേറെ നാൾ പുറത്ത് നല്ല ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിലിട്ട് അടച്ച് വെച്ചാൽ മതി, ഇരുന്നോളും. ഈ ഓണത്തിന് എല്ലാവരും ഇതേ രീതിയിൽ മുറുക്കുണ്ടാക്കി നിങ്ങൾ കഴിക്കണം. ഭഗവാന് നൈവേദ്യമായിട്ട് വെക്കണം. എല്ലാവരും ഇതേ രീതിയിൽ ഉണ്ടാക്കിയിട്ട് അഭിപ്രായം പറയണം. അളവ് മാത്രം ശ്രദ്ധിക്കുക, വെള്ളത്തിൻ്റെ അളവും ശ്രദ്ധിക്കുക. എല്ലാവർക്കും മുറുക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. ഹരേ കൃഷ്ണ.